മ്യാൻമറിൽ ഭൂകമ്പത്തിൽ മരണം 1000 കടന്നു. 2000-ലധികം പേർക്ക് പരിക്കേറ്റതായി വിവരം. മാറ്റ്ലെ നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. മ്യാൻമറിലേക്ക് അടിയന്തര സഹായമായി 15 ടൺ അവശ്യ വസ്തുക്കൾ എത്തിച്ച് ഇന്ത്യയുടെ ഓപ്പറേഷൻ ബ്രഹ്മ. നായ്പിഡോയിലെ ജയിലിൽ കഴിയുന്ന ആങ് സാൻ സൂക്കി സുരക്ഷിത എന്നാണ് വിവരം. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ നൂറുകണക്കിന് കെട്ടിടങ്ങളും റോഡുകളും പാലങ്ങളും തകർന്നു. യാത്രാ സംവിധാനങ്ങൾ താറുമാറായി. വാർത്താ സംവിധാനമൊരുക്കാൻ സഹായിക്കുമെന്ന് എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് കമ്പനി അറിയിച്ചു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മ്യാൻമറിലും ബാങ്കോക്കിലും വിവിധ പ്രദേശങ്ങളിൽ ദുരന്തകാല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. സ്കൂളുകളും കോളേജുകളും അടച്ചു. തുടർച്ചയായ ആഭ്യന്തര കലാപങ്ങൾ അരങ്ങേറിയ രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. മ്യാൻമർ സൈനിക മേധാവി മിൻ ഓങ് ഹ്ലൈങ് ലോകരാജ്യങ്ങളോട് സഹായം ആവശ്യപ്പെട്ടു. ഇന്ത്യയും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സഹായഹസ്തവുമായി മുന്നോട്ടു വന്നു. മരുന്നുകളും ഭക്ഷണവും വസ്ത്രങ്ങളും ഉൾപ്പെടെ 15 ടൺ അടിയന്തര ദുരിതാശ്വാസവുമായി ഇന്ത്യൻ സൈനിക വിമാനം മ്യാൻമറിലെത്തി. തലസ്ഥാനമായ നായ്പിഡോയിലെ ജയിലിൽ കഴിയുന്ന ആങ്